സദസ് ഒരു ജനതയുടെ മോചനത്തിനായുള്ള കാത്തിരിപ്പും സമകാലീന യുദ്ധവും ഭീകരതയും ഒരു സാധാരണ മനുഷ്യനിൽ സൃഷ്ടിച്ച വികാരങ്ങളുടെ പ്രതിഫലനമാണ് ഈ നാടകം. വർത്തമാനകാലവും പൂർവകാലങ്ങളും ഒരേ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തിന്റെ കരുണയും തലോടലും ഈ നാടകം അനാവരണം ചെയ്യുന്നു. ഞങ്ങൾ സാഭിമാനം അവതരിപ്പിക്കുന്നു ഇടയ നാടകം അയാളും ആട്ടിടയന്മാരും. ക്രിസ്മസ് രാത്രി ശാന്തിയും സമാധാനവും കൊണ്ടുവന്ന യേശു പിറന്ന രാത്രി. പക്ഷേ ഇപ്പോൾ ഇവന്റെ കാതുകളിൽ വെടിവെച്ചുകളുടെ ഒടുങ്ങാത്ത ശബ്ദം നിറയുന്നു.
പക്ഷേ ഒരപേക്ഷയുണ്ട്. മനുഷ്യനല്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ചെവി വട്ടം പിടിക്കുക. നിങ്ങൾക്കും കേൾക്കാൻ കഴിയും നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ നിലയ്ക്കാത്ത കരച്ചിൽ. ഓ, ഇവിടെ ആരാണ് ചക്രവർത്തി? കുഞ്ഞുങ്ങളെ കൊന്നു തള്ളാൻ പട്ടാളക്കാരെ പറഞ്ഞേക്കുന്നത് ആരാണ്? എന്തിന്റെ പേരിലാണെങ്കിൽ ഈ മനുഷ്യപ്രീതി എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഏതു രക്ഷകനെ വധിക്കാനാണോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയത്? വയ്യ, ഇനിയും അമ്മമാരുടെ കരച്ചിൽ കേൾക്കാൻ എനിക്ക് വയ്യ. നിങ്ങളും വായിച്ചില്ലേ മുന്നേ ഭൂമിയിൽ ഇക്കുറി ക്രിസ്മസ് ആഘോഷങ്ങളില്ലെന്ന വാർത്ത? വിലാപങ്ങൾ എവിടെയാണെങ്കിലും അസഹനങ്ങളല്ലേ? പലതും നിയന്ത്രിക്കണം. എനിക്ക് വലിയ ചരിത്രബോധവും ഇല്ല. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, ഈ യുദ്ധവും പലായനവും മനുഷ്യകൃത്യം ഒന്നുമില്ലാതെ നമുക്ക് എന്തെങ്കിലും ചരിത്രം പറയാനുണ്ടോ? രക്ഷകനായ യേശുവിന് ജന്മം നൽകാൻ ഒരമ്മ അനുഭവിച്ച ക്ലേശം, ഉണ്ണീശു വധിക്കപ്പെടാതിരിക്കാൻ പിന്നീടുണ്ടായ പലായനം, എന്തിനാണ് ഓർക്കാത്തത്? ഓർക്കാതിരുന്നതോ? എന്റെ ഓർമ്മയുടെ ഉറവിടം തന്നെ അതല്ലേ? ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, രക്ഷകന് വഴിയൊരുക്കിയപ്പം പിടഞ്ഞുകൊണ്ട് ധരിച്ച കുട്ടികളുടെ മുഖമാണ് വയ്ക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ പിന്നാലെയുള്ള പോക്കൊന്നും മതിയാക്ക്. തൽക്കാലം ഇങ്ങോട്ട് വന്നേ. ഈ വീടിന് മുന്നിലെ ഒരു നക്ഷത്രം തൂങ്ങി ആടുന്നുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കും. അവന്റെ നക്ഷത്രങ്ങൾ കണ്ടു.
പോകുന്ന എത്രയോ ആട്ടിടയന്മാർ തിരിച്ചു വരേണ്ടിട്ടുണ്ട്. നിനക്കറിയാമോ? നീ നിന്റെ അപ്പനോടൊന്ന് പോയി ചോദിക്കും. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ലെന്നർത്ഥം. നമ്മുടെ ജീവിതമാർഗമല്ലേ, നമുക്കാകെയുള്ള സ്വത്തും നമ്മുടെ പ്രതീക്ഷയുമല്ലേ. നമ്മളും പ്രജകളല്ലേ, പ്രജകളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? ചക്രവർത്തി. എന്താ നിന്റെ നാവറിങ്ങിപ്പോയോ? ചക്രവർത്തിയോട് ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരുണ്ട്. ചെല്ല്, നീ പോയി പരാതി പറയും. റുമോദ, എനിക്ക് നിന്റെ പിതാവിന്റെ ഭയമുണ്ട്. ഞാനിത് എത്ര കണ്ടതാ. ഇത് ആട്ടിടയന്മാരുടെ വിധിയാണ്. അനുഭവിച്ചു തീർത്തേ മതിയോ. അപ്പോൾ നിന്നിലെറിയുന്ന തീ അണക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ. എനിക്ക് പേടിയാണ്. നിന്നെ പോലുള്ള എത്ര പേർ പിറ്റേ ദിവസത്തെ വെളിച്ചം കാണാനിട്ടുണ്ട്. നിനക്കറിയാമോ? കുഞ്ഞെ, ഇവിടെ നമ്മളും ഈ നാൽക്കാലികളും തമ്മിൽ ഒരു ഭേദവുമില്ല. ഒരർത്ഥത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാൾ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഹെറോദേസ് രാജാവിന്റെ പിണികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം നമുക്ക് ലഭിക്കില്ല. അതിന് നീ കാത്തിരിക്കണ്ട. അപ്പോൾ ഇതിനൊരു അവസാനം എന്താണ്? ഹെറോദേസിന്റെയും അദ്ദേഹത്തിന്റെ വാളിനിരയാകാതിരിക്കാൻ കാത്തിരിക്കുക, കാത്തിരിക്കുക. പ്രതീക്ഷിക്കും. ആർക്കു വേണ്ടി കാത്തിരിക്കാൻ? ആരോട് പ്രാർത്ഥിക്കാൻ? രാജസേവകർ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് നേരെ ആരുണ്ട് പ്രതികരിക്കാൻ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കൊല്ലപ്പെടാനുള്ള എളുപ്പവഴി അന്വേഷിക്കുകയാണോ നീ? ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് നല്ലത്. മരിക്കുകയാണ്. ആർക്ക് വേണ്ടി? കാത്തിരിക്കുക. ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ്. നമ്മുടെ മോചനത്തിന് ഒരു ചക്രവർത്തി വരും. എന്റെ പിതാവ് ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും ഇത് പറഞ്ഞു കാണും. കാത്തിരിപ്പുകൾ വിരസങ്ങളാണ്. എങ്കിലും കാത്തിരിക്കുക. അതല്ല, നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും രാജാവിനോട് പറഞ്ഞുകൂടെ? എന്തിന്? സ്വന്തം രക്തത്തിൽ പിറന്നവർ പോലും രാജാവിനെതിരെ ഒരു വാക്കുരിയാടിയാൽ ഗളച്ഛേദം ചെയ്യുന്ന ഈ നാട്ടിൽ ചെല്ല്, നീ പോയി പരാതി പറയും. നിനക്ക് ചക്രവർത്തിയുടെ നിഴൽ പോലും കാണാൻ കഴിയില്ല. അതിനു മുമ്പ് നീ മരിക്കും. ഇത് എന്ത് രീതിയാണ്? ഇതാണ് രാജനീതി. അല്ല ചെറുപ്പക്കാരാ, നിനക്ക് നിന്റെ ശിരസ് യഥാസ്ഥാനത്തിരിക്കുകയാണ്. എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഉമ്മോദ, നിനക്കിതെന്ത് പറ്റി? നിനക്ക് പിശാചി ബാധിച്ചോ? എന്തേ? പ്രത്യാശ കൈമോശം വന്നവൻ ചെകുത്താന്റെ കൂട്ടുകാരനാണ്. പ്രത്യാശ, പ്രത്യാശ. എത്ര നാളായി ഇത് കേൾക്കുന്നു? അതേടാ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എഴുതി വെക്കപ്പെട്ടതൊന്നും വെറുതെ ആവില്ലെന്ന്. വെറുതെ ആയില്ല. അപ്പോൾ നമ്മൾക്കായി വരുന്ന രക്ഷകൻ രാജാവായിരിക്കുമോ? ഹെറോദേസിനെ ജയിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടാവുമോ? അതറിഞ്ഞിരുന്നെങ്കിൽ ഈ കാത്തിരിപ്പിന്റെ സുഖം പോയി. അല്ലെങ്കിലും സ്വർഗത്തിന്റെ പദ്ധതി മുൻകൂട്ടി പ്രവചിക്കാൻ നമ്മൾ ആരാണ്?
നമ്മൾ ഇതിൽ കൂടെ സന്തോഷിക്കണ്ട. ചിലപ്പോൾ ഈ മരങ്ങൾക്ക് പോലും രാജകിങ്കരന്മാരുടെ കണ്ണുകളുണ്ടാവും. ഭയമാണ്. ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ നശിച്ച ഭരണം. തല പോകുന്ന പോട്ടെ, നിങ്ങൾ ആ രണ്ട് വരി ഒന്നുകൂടെ പാടിക്കേ. വരിക നായക വരിക നായക വരിക നായക. നോക്കൂ, ആ വൃക്ഷത്തലപ്പുള്ള നൃത്തം കണ്ടോ? റുമോദ, നിനക്കിതെന്ത് പറ്റി? ഈ വികാരം കൊണ്ട് തുള്ളിച്ചാടുന്നല്ലോ. എനിക്കൊന്നുകൂടെ പാടണം, എനിക്കൊന്നുകൂടെ പാടണം, എനിക്കൊന്നുകൂടെ പാടണം. ഭയപ്പെടേണ്ട, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സന്തോഷ വാർത്ത. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ യേശു ജനിച്ചിരിക്കുന്നു. ഇടേറെ നടക്കുക, നക്ഷത്രങ്ങൾ ധരിച്ച വഴിയിലൂടെ നടക്കുക. പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നടക്കുക, നടക്കുക, നടക്കുക. അകലേ അകലേ സുമന്തോ, അതേലോ, നമ്മൾ ഒരേ കാഴ്ചയല്ലേ കണ്ടത്? അതെ, എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, ഞാൻ കണ്ടു. സ്വർഗം താഴേക്കിറങ്ങുന്നത് ഞാൻ കണ്ടു. എന്റെ പിതാവേ, എന്റെ ജന്മം ഇത്ര ഭാഗ്യം ചെയ്തതായിരുന്നു. പിതാവേ, അതെ, അതെ, ഇതെല്ലാവരും അറിയണം, ഇതെല്ലാവരും അറിയണം. അതെ, ഇതെല്ലാവരും അറിയണം. നമുക്ക് പാടാം, എല്ലാരും ചേർന്ന് പാട്. തപ്പുകൊട്ടി 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 മനപ്പാട്ടുപാടി തപ്പുകൊട്ടി 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 മനപ്പാട്ടുപാടി തപ്പുകൊട്ടി തപ്പുകൊട്ടി പുൽക്കൊടി നാമ്പുകളേറ്റുപാടി തപ്പുകൊട്ടി 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 മനപ്പാട്ടുപാടി നക്ഷത്ര കണ്ണുമായി മാമരങ്ങൾ നൃത്തം ചവിട്ടി തല കുലുക്കി നക്ഷത്ര കണ്ണുമായി മാമരങ്ങൾ നൃത്തം ചവിട്ടി തല കുലുക്കി സാധുക്കൾ ഞങ്ങളിയാട്ടിടയർ മാനിതരായി കഴിഞ്ഞുവല്ലോ സാധുക്കൾ ഞങ്ങളിയാട്ടിടയർ മാനിതരായി കഴിഞ്ഞുവല്ലോ
രക്ഷകന്റെ പിറവി ആദ്യം അറിയേണ്ടത് അവരാണ്. പീഡനങ്ങളുടെ നടുവിൽ ശബ്ദം പോലും നിലച്ചു ആട്ടിടയന്മാർ അവരാണ്. അവരാണ് ദൈവദൂതന്റെ ദർശനങ്ങൾക്ക് അർഹതയുള്ളവർ. ഏയ്, ഒന്നിങ്ങോട്ട് വരുമോ? എന്റെ ഇച്ചായ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്ന് നാഴികയ്ക്ക് 40 വട്ടം എന്നെ വിളിച്ചാൽ അടുക്കളയിലെ പണിയൊക്കെ തീരണ്ടായോ? നാട് മുഴുവൻ ആഘോഷങ്ങൾ പൊടിപിടിക്കുകയാണ്. എന്നാലും എനിക്കെന്തോ ആ, യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയുന്നില്ല. എന്റെ ഇച്ചായ, ദൈവം ഭൂമിയിൽ അവതരിച്ചത് എന്തിനാണ്? അനീതികൾ തുടച്ചു മാറ്റി ശാന്തിയും സമാധാനവും പകരം. എങ്കിൽ യുദ്ധത്തിന്റെ പിന്നാലെ പോകാതെ ഇവിടുത്തെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും തിരിച്ചു വരണം. അല്ല, എനിക്കൊരു സംശയം. എന്നതാ? ഈ ആട്ടിടയന്മാരെ ഉണ്ണീഷിന്റെ അടുത്തേക്ക് ആനയിച്ചത് നക്ഷത്രങ്ങളായിരിക്കുമല്ലേ? അച്ചായൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ലെന്ന്. എന്നിരിക്കലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. ചോദിച്ചുകൊണ്ടേയിരുന്നു. ഏയ്, ആട്ടിടയന്മാർ, നക്ഷത്രം ആയിരിക്കും. നക്ഷത്രങ്ങൾ ഒന്നിച്ച് പാടുന്നു എന്നല്ലേ ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്? അവർ അവന്റെ നക്ഷത്രങ്ങൾ കണ്ടു എന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? ദാ, ഒരു നക്ഷത്രം എന്നെ തുറച്ചു നോക്കുന്നു. ചിലപ്പോ തോന്നലായിരിക്കും. ഞാനല്ല, അറിയുന്നു, കാണുന്നു എന്ന് പറയുകയായിരിക്കും. അച്ചായ, ഓ, ആ ഗേറ്റ് ഒന്ന് തുറക്കണേ. പള്ളിയിൽ നിന്നുള്ള കരോത്സംഗമായിരിക്കും. ആ